വളരെ നിർണായകമായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം എം ജോസ് അന്ന് എങ്ങനെയായിരുന്നു ഈ കേസിന്റെ ഒരു തുടക്കം മുതലുള്ള ഒരു സമീപനം? ഇത് സമൂഹ മനസാക്ഷി ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം. ഒരു വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തന്നെ ശുശ്രൂഷിച്ച അല്ലെങ്കിൽ തന്നെ ചികിത്സിച്ച ഒരു നിഷ്കളങ്കയായ ഒരു നിസ്സഹായ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായി കൊലപാതകം ചെയ്യുക എന്ന എന്ത് കാരണമാണ് എന്നുള്ളത് വളരെയധികം ഒരു ചലഞ്ചിങ് ആയ ഒരു കാരണമാണ്. അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില നമ്മൾ പരിശോധിച്ചത്. ആ മാനസിക നില പരിശോധിച്ചതും ശേഷം അതൊരു മെഡിക്കൽ ടീം, വളരെ എക്സ്പേർട്ടായ മെഡിക്കൽ ടീം അത് പരിശോധിച്ച ശേഷം അതിൽ 2-3 കാരണങ്ങൾ കണ്ടെത്തുകയും അതിൽ ചെറുതായി പരാമർശിച്ചിരുന്ന ഒരു സ്മോൾ സ്പെക്ട്രം ഓഫ് സ്കിസോഫ്രീനിയ എന്ന ഒരു പരാമർശം അത് മറികടക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ചലഞ്ച്. അതിനുവേണ്ടി ഞങ്ങൾ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും എല്ലാം തന്നെയും വളരെ ആരോഗ്യവാനായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ തെളിവുകളും ശേഖരിക്കുക, അത് കോടതിയിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ വിജയം. ഇത്തരത്തിലൊരു കേസ് ഇത്തരത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഏതായാലും പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധിയാണ് വരേണ്ടിയിരിക്കുന്നത്. എങ്ങനെ പ്രതീക്ഷിക്കുന്നു? പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ ചികിത്സിച്ച ഒരു ഡോക്ടറെ, മുൻപരിചയമില്ലാത്ത ഡോക്ടറെ ഇത്ര ക്രൂരമായി ഒരു നിസ്സഹായാവസ്ഥയിൽ തൻ്റെ രോഗി തന്നെ ഒരിക്കലും ചെയ്യില്ല എന്ന ആ ഒരു നിഷ്കളങ്കമായ ചിന്തയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇത്രയും ക്രൂരമായ കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ അപൂർവമായ ഒരു കേസായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ നാൾവഴികളിൽ നമുക്ക് തടസ്സമായി നിന്നിരുന്ന എന്തൊക്കെ ഘടകങ്ങളായിരുന്നു? തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടും പോലീസിലുള്ള ഒരു അവിശ്വാസം തുടക്കത്തിലുണ്ടായിരുന്നത് ഞങ്ങൾക്കത് മറികടക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ മുഴുവൻ പരിശോധിക്കുകയും DG പ്രോസിക്യൂഷൻ തൊട്ട് എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട അവർ ശക്തമായ ന്യായവാദങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട ചീഫ് ഉൾപ്പെട്ട ബെഞ്ച് ആ മുഴുവൻ കേസ് ഫയൽ പരിശോധിച്ച ശേഷം ഈ അന്വേഷണത്തിൽ യാതൊരു അപാകതയുമില്ല, ഈ കേരള പോലീസ് തന്നെ ഇത് അന്വേഷിക്കണം, ഉചിതം എന്ന് കണ്ടെത്തിയാണ് ഈ കേസ് നമുക്ക് തരുന്നത്. അത് തന്നെ നമ്മുടെ ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായും അത് തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വളരെ ആത്മാർത്ഥമായി വളരെ ഈ കേസിൻ്റെ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് തന്നെയായിരുന്നു എന്തായാലും ഈ കേസിൽ ഈ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന തരത്തിലേക്ക് കോടതിയെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും 19-ാം തീയതി ഈ കേസിൽ നിർണായക വിധി വരും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.